CPM BJP ഡീൽ പാലക്കാട് മാത്രമല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മറ്റു ചില സീറ്റുകളിലും CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിലും ഡീൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തീയതി പ്രഖ്യാപിച്ച അതിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ ദുരൂഹതയുണ്ടെന്ന് KC വേണുഗോപാൽ ആവർത്തിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിട്ടില്ലെന്നും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച മന്ത്രി പോലും മറ്റൊരു സീറ്റിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുതന്നെയാണ് വ്യക്തമായ സൂചനയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും മറ്റെല്ലാ നേതാക്കളുടെയും സ്ഥാനാർത്ഥികളാണെന്നും സീറ്റ് കിട്ടാതെ പോയവർക്ക് KCയുടെ ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരിക്കാൻ അവസരം കിട്ടാത്തവർക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പ്രധാന സ്ഥാനങ്ങൾ നൽകുമെന്നും KC പറഞ്ഞു. മത്സരിക്കാൻ സീറ്റ് കിട്ടിയവർക്ക് അവസരം നൽകി. സീറ്റ് കിട്ടാത്തവരെ സർക്കാർ പരിഗണിക്കുമ്പോൾ കൃത്യമായി പരിഗണിക്കുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. പാലക്കാട് ദുർബലനായ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് ഡീലിന്റെ ഭാഗമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവായിരുന്നു ആദ്യം രംഗത്തെത്തിയത്. പാലക്കാടിന് പകരം 10 സീറ്റിൽ BJP CPM-നെ സഹായിക്കുമെന്നും സതീശൻ ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് പാലക്കാട് മാത്രമല്ല മറ്റു ചില സീറ്റുകളിലും CPM BJP ഡീൽ എന്ന ആരോപണവുമായി KC വേണുഗോപാലും ഇപ്പോൾ രംഗത്ത് വന്നത്.